സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ ഒരു പക്ക ബിയറിഷ് സ്ട്രക്ചർ, ഇതിനൊക്കെ നല്ലൊരു ബിയറിഷ് സ്ട്രക്ചർ വരാനില്ല. എന്തോ സംതിങ് ഈസ് ബിഗ്, എന്തോ വലുത് വരാൻ പോകുന്നുണ്ട് മക്കളെ എന്നുള്ളൊരു മെസ്സേജ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പേടിപ്പിക്കാൻ വേണ്ടി ഇട്ടതല്ല, എന്തോ വരാനുണ്ട്. ഇത് ബുക്ക് ചെയ്ത് വെക്കണോ അല്ലെങ്കിൽ ഇത് ഹോൾഡ് ചെയ്യണോ, ഈ ഒരു ഫാള് എത്ര നാൾ നിലനിൽക്കും, അല്ലെങ്കിൽ ഇത് തിരിച്ചു കയറാനുള്ള ചാൻസ് ഉണ്ടോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ബ്ലഡ് ബാത്ത് എന്നൊക്കെ പറയുന്നത് പോലെ ഭയങ്കര റെഡിഷ് ആയിട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു പച്ചപ്പ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഇയർ എൻഡ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പോഡ്കാസ്റ്റിൽ നമുക്കിങ്ങനെ ചുമന്ന മയത്തിൽ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, റെഡ് കളർ ഡ്രസ്സ്, റെഡ് കളറാണല്ലോ എല്ലാം, അതുകൊണ്ട് മാർക്കറ്റും റെഡ് ആയിക്കാണ്. പക്ഷെ ട്രീ പച്ച കളറാണ്. അതുകൊണ്ട് എനിക്ക് നമ്മുടെ ഈ ഡിസ്കഷൻ പോഡ്കാസ്റ്റിന്റെ തമ്മനയിൽ നമുക്കിങ്ങനെ ഒരു ചുമപ്പ് മയത്തിൽ എല്ലാവരും പേടിപ്പിക്കുന്ന രീതിയിൽ ഇടണം. ഓക്കെ, അങ്ങനെ വേണം നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ എല്ലാവരും പേടിക്കുക എന്നുള്ളത് തന്നെയാണ്. പേടിക്കാനുള്ള വകയൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ കാണേണ്ടത് മാർക്കറ്റ് ഒരു 50%, നിഫ്റ്റി പെർഫെക്റ്റ് ആയിട്ട് വലിയ ഫാള്, റീട്രേസ്മെൻറ്റ് കൃത്യം ഫിബ് വരച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് 50%-ലാണ് ആ ഒരു റീട്രേസ്മെൻറ്റ് എടുത്തിട്ട് ക്വിക്കായിട്ട് ഒരു 1 വീക്ക് കൊണ്ട് ഒരു 5% കൂടി മാർക്കറ്റ് ക്വിക്കായിട്ട് താഴത്തോട്ട് വന്നത്. അപ്പോൾ അത് എന്തൊക്കെയോ സൂചനകളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ 50% റീട്രേസ്മെൻറ്റിൽ നിന്ന് ക്വിക്കായിട്ട് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ സെൽ ഓഫ്സ് പലപ്പോഴും മാർക്കറ്റിൽ കാണിച്ചിട്ടുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം ഫിബ് വരച്ച് ആ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ. യെസ്, അതിൻ്റെ റീസൺ അതിനുശേഷം ഇപ്പോൾ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും മാർക്കറ്റ് വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ നിന്നു. ഇത് എനിക്ക് തോന്നുന്നു കൊടുങ്കാറ്റിന് മുൻപുള്ള ഒരു ചെറിയ ശാന്തതയാണ് എന്ന്. പക്ഷേ ആ ഒരു വലിയ ഫാളിന് ശേഷം ബൗൺസ് ബാക്ക് ചെയ്ത് പോർട്ട്ഫോളിയോ നല്ല പ്രോഫിറ്റിലേക്ക് വന്നതാണ്. അവിടുന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ട് അത് സ്മോൾ ക്യാപ്പ് ഓൾ ടൈം ഹൈ വരെ തിരിച്ചെത്തി. നിഫ്റ്റിയാണ് 50% റീട്രേസ് ചെയ്ത്. ഈ തവണത്തെ സെൽ ഓഫിൽ, ഈ കഴിഞ്ഞ വീക്കിലുണ്ടായ സെൽ ഓഫിൽ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ലാർജ് ക്യാപ്പിലും ഹ്യൂജ് സെൽ ഓഫ് ആണ് നടന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ റെഡ് കത്തി നിൽക്കുമ്പോൾ നമ്മുടെ ബിറ്റ് കോയിനൊക്കെ നല്ല തകർത്ത്, ബിറ്റ് കോയിൻ ആൻഡ് ഗോൾഡ് ഓൾ ടൈം ഹൈയിലേക്ക് ബിറ്റ് കോയിൻ ഗോൾഡ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ മാറ്റി ഇപ്പുറത്തേക്ക് ചെയ്യേണ്ട വരും. നമുക്ക് അതിൻ്റെ അകത്തേക്ക് വരാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, പൊതുവെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ റീസൺസ് ഉണ്ട്. ഒന്ന് നമ്മുടെ ഇൻഫ്ലേഷൻ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ഇഷ്യൂസ്, എല്ലാ കമ്പനികളുടെയും റിസൾട്ട് മോശമാണ്, ഗവൺമെൻറ്റിൻ്റെ ക്യാപെക്സ് സ്പെൻഡിങ് കുറച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതൊക്കെയാണ് നെഗറ്റിവിറ്റിക്ക് പ്രശ്നം. ഫ്യൂച്ചർ ബ്രൈറ്റ് ആണ് എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ശരിയാണ്, ഫ്യൂച്ചർ ബ്രൈറ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, വിത്തിൻ 3 to 4 years നമ്മൾ 50,000 നിഫ്റ്റി ടച്ച് ചെയ്യും. അത് എൻ്റെ ഓവറോൾ വ്യൂ ആണ്. പക്ഷേ ഇതിനിടയ്ക്ക് അടുത്ത 6 മാസം മാർക്കറ്റിൽ എന്താണ്, അല്ലെങ്കിൽ അടുത്ത 6 മാസം മാർക്കറ്റ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ 2025 മാർക്കറ്റിൽ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും എന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഫിയർ മാർക്കറ്റിലുണ്ട്. ഒരു 40-30% ക്യാഷായിട്ട് ഹോൾഡ് ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ. കാരണം മാർക്കറ്റ് അത്രയ്ക്ക് ബീറിഷ് ആണോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. അതിൻ്റെ 2-3 കാരണം, എല്ലാ മാസവും GSTയുടെ ടാക്സ് കളക്ഷൻ റെക്കോർഡ് ഹൈ ആണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ക്വാർട്ടറിൽ ഉൾപ്പെടെയുള്ള എല്ലാ മാസവും ഇങ്ങനെ ഒരു 10%-ൻ്റെയൊക്കെ വളർച്ച GST കളക്ഷനിൽ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ക്വാർട്ടറിൽ ഗവൺമെൻറ്റിൻ്റെ ക്യാപെക്സ് സ്പെൻഡ്, ഗവൺമെൻറ് എന്തുകൊണ്ട് ഇത്രയും GST കിട്ടിയിട്ട് ഇത് നമ്മുടെ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല, സ്പെൻഡ് കുറച്ചിരിക്കുകയാണ് എന്നുള്ളത് വളരെ പേടിപ്പെടുത്തുന്നൊരു കാര്യമാണ്. കാരണം ക്യാപെക്സ് സ്പെൻഡിങ് കുറച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ GDP-നെ ബാധിക്കുകയും ഒരു ക്വാർട്ടർ കൂടി ഇന്ത്യൻ GDP 6% താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ വലിയ എഫക്റ്റ് അത് സ്റ്റോക്ക് മാർക്കറ്റിനെയും ഇന്ത്യൻ എക്കണോമിനെയും എഫക്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് 1-2 റീസൺസ് കൂടി. ഗവൺമെൻറ് വളരെ അധികം ടാക്സ് എല്ലാ സ്ഥലത്തും കൂട്ടിക്കൊണ്ടിരിക്കുക. ബ്രാൻഡഡ് റൈസിന് വരെയും ടാക്സ് കൂട്ടുകയാണ്. തൊട്ടനും പിടിച്ചതിനൊക്കെ ടാക്സ് GST കൂട്ടി വെച്ച് GST എമൗണ്ട് കളക്ട് ചെയ്തുകൊണ്ട് ഇതിവിടെ സ്പെൻഡ് ചെയ്യാനല്ലേ ഇവർ കളക്ട് ചെയ്യുന്നത്. പിന്നെ ഈ പൈസ എവിടെയാണ് പോകുന്നത്? ഇത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ചർച്ച ചെയ്യേണ്ട കാര്യമാണ്, പേടിക്കേണ്ട കാര്യമാണ്. 3ാമത്തെ ടൈമാണ് ഇത്, ലാസ്റ്റ് ടൈമാണെന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പണി തരാനാണ് പരിപാടിയെങ്കിൽ നമ്മൾ പേടിക്കണം എന്നാണ് ഞാൻ പേഴ്സണലി ഇപ്പോൾ എൻ്റെ ഒബ്സർവേഷനിൽ എനിക്ക് അങ്ങനെ തോന്നുന്നു. അപ്പോൾ ഇത് എന്തൊക്കെയോ ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾക്കറിയില്ല, നമ്മുടെ ലിമിറ്റഡ് റിസോഴ്സിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് കൺഫേം ചെയ്ത് പോലും അല്ല പറയുന്നത്, ഞാൻ എൻ്റെ സംശയമാണ് ഞാൻ പറയുന്നത്. അത് ആ രീതിയിൽ മാത്രം കാണുക.
രണ്ടാമത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ ഒരു പക്ക ബിയറിഷ് സ്ട്രക്ചർ, ഇതിനൊക്കെ നല്ലൊരു ബിയറിഷ് സ്ട്രക്ചർ വരാനില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പക്ഷേ ഇവിടെയും പ്രതീക്ഷ നൽകുന്ന ചില സെക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ന്യൂജൻ കമ്പനികൾ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി. സൊമാറ്റോ, സ്വിഗ്ഗി, ഇപ്പം മൊവ്വിക്കി, ഇന്ത്യ മാർട്ട് തുടങ്ങിയ ന്യൂജൻ കമ്പനികൾ, പ്ലാറ്റ്ഫോമുകൾ എന്ന് നമ്മൾ പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോം കമ്പനികൾ ഇന്ത്യയിൽ ഒരു വലിയ ബൂം വരാൻ പോവാണ്. ഫേസ്ബുക്കും ഗൂഗിളും എന്താ പറയുക ആമസോണൊക്കെ US 2005 to 2015 കാലഘട്ടങ്ങളിൽ നടത്തിയ ഒരു ബൂമിന് സമാനമായിട്ടുള്ള ഒരു ബൂമായിരിക്കും അടുത്ത 2-3 ഇയേഴ്സിൽ ഇത്തരത്തിലുള്ള കമ്പനികൾ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് എൻ്റെ ഒരു വലിയ ഒബ്സർവേഷനാണ്. ഇതേ ഒബ്സർവേഷൻ പറയുന്ന ഒത്തിരി വീഡിയോസും ഒത്തിരി ആളുകളെ ഞാൻ കാണാനായിട്ട് ഇടയായി. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇന്ന് മൊവ്വിക്ക് എനിക്ക് തോന്നുന്നു 20% അടുത്ത് എന്തോ അപ്പായിട്ടുണ്ട്. സ്വിഗ്ഗി, സൊമാറ്റോ കണ്ടിന്യൂസ്ലി പോസിറ്റീവ് ആവുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിൾസാണ്. അപ്പോൾ ഇവിടെ പല സ്റ്റോക്കുകളും ഇതിൻ്റെ അകത്ത് പലതും മൾട്ടി ബാഗേഴ്സായിട്ട് മാറാനുള്ള സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ഒരു ഫാളിംഗ് മാർക്കറ്റിൽ ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോക്കുകൾ. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഇത് ബുക്ക് ചെയ്ത് വെക്കണോ അല്ലെങ്കിൽ ഇത് ഹോൾഡ് ചെയ്യണോ, ഈ ഒരു ഫാള് എത്ര നാൾ നിലനിൽക്കും, അല്ലെങ്കിൽ ഇത് തിരിച്ചു കയറാനുള്ള ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എൻ്റെ പൈസ പോകുമോ എന്നുള്ളൊരു ഫിയർ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ലൈക്ക് സ്വിംഗ് ട്രേഡേഴ്സിനൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന മീൻസ് എന്തെങ്കിലും ഹെഡ്ജ് ചെയ്ത് വെക്കണോ എന്നുള്ളത് ഇതിന് എനിക്ക് ചോദിക്കാൻ. ഇപ്പോൾ സിൽബിയുടെ കയ്യിൽ 10 ലക്ഷം രൂപയുടെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്. ഞാൻ പറയുകയാണ് മാർക്കറ്റ് ഒരു വലിയ ഫാള് വരാൻ പോവുകയാണെങ്കിൽ സിൽബി ശരിക്കും എന്താ ചെയ്യുക? ഒരു എല്ലാം ബുക്ക് ചെയ്യും അല്ലെങ്കിൽ ഓപ്ഷൻ ബൈ ചെയ്യോ? ഓക്കെ ഫൈൻ, ഹെഡ്ജ് ചെയ്യും. ഓക്കെ ഹെഡ്ജ് ചെയ്യാം, അതൊരു നല്ല ഓപ്ഷനാണ്, ദാറ്റ്സ് വെരി ഗുഡ്. പക്ഷേ എല്ലാവർക്കും ചിലപ്പോൾ ഹെഡ്ജ് ചെയ്യാൻ അറിയണം എന്നില്ല. ഈ ഹെഡ്ജ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ നിഫ്റ്റിയുടെ ജനുവരിയിലോ ഫെബ്രുവരിയിലോ ഒക്കെ പുട്ട് ഓപ്ഷൻ 1-2 ലോട്ട് മേടിച്ച് വെച്ച് അത് കംപ്ലീറ്റ്ലി സീറോ ആയാലും കുഴപ്പമില്ല, എൻ്റെ പോർട്ട്ഫോളിയോ സേഫ് ആവും എന്നുള്ള പെർസ്പെക്റ്റീവിൽ മേടിച്ച് 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 10,000 ഹെഡ്ജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ ചെയ്യാം, ഇത് നല്ലൊരു ഓപ്ഷനാണ്. അല്ല ഒരുവിധം 500 പോയിൻ്റൊക്കെ OTM പോയിട്ട് നമുക്ക് ഇത് ചെയ്യാം. ഇവിടെ ഞാൻ പറയുന്നത് സാധാരണക്കാരെന്തായിരിക്കും ചെയ്യുക? അയ്യോ ഫാള് വരുന്നു എങ്കിൽ എല്ലാം ബുക്ക് ചെയ്യാം, എന്നിട്ട് താഴെ എത്തുമ്പോൾ എല്ലാം കൂടി മേടിക്കാം എന്നായിരിക്കും കൂടുതൽ ആളുകളും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇതൊരിക്കലും നടക്കില്ല. ഒരിക്കലും ഏറ്റവും താഴെ പോയി മേടിക്കാനോ ഏറ്റവും ടോപ്പിൽ പോയി വിൽക്കാനോ മാർക്കറ്റിൽ ആരെക്കൊണ്ടും സാധിക്കില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഞാനൊക്കെ ചെയ്യുന്നൊരു കാര്യം, അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന കാര്യം, ചില സ്റ്റോക്കുകളിൽ ഹൈ റിസ്കി കിടക്കുന്ന ചില സ്റ്റോക്കുകളുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ട്രിം ചെയ്യാന്ന് പറയും. പൊസിഷൻ സൈസ് കുറച്ച് വയ്ക്കുക, കുറേയും ക്യാഷ് റിസർവ് ചെയ്ത് വയ്ക്കുക. ഹൈ റിസ്കി സ്റ്റോക്കുകളൊക്കെ ട്രിം ചെയ്യും, ബ്ലൂ ചിപ്സൊക്കെ കീപ്പ് ചെയ്യും, സ്മോൾ ക്യാപ്പിലൊക്കെ നല്ല പ്രോഫിറ്റുള്ളതൊക്കെ ചെറുതായിട്ട് ട്രിം ചെയ്യും. അങ്ങനെ ചെറിയ ട്രിം ചെയ്യും, അല്ലെങ്കിൽ ചെറിയ ലോസിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതും ട്രിം ചെയ്യും. ട്രിം ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ പൊസിഷൻസിൻ്റെ എണ്ണം കുറയ്ക്കുക, കുറച്ച് ക്യാഷ് മാറ്റുക. അപ് ടു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ എപ്പോഴും ഒരു 25-30% വരെ ക്യാഷായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് കുറച്ചുകൂടി സിമ്പിളസ്റ്റ് ആയിട്ട് ഒരു 40% വരെയൊക്കെ ക്യാഷായിട്ട് ഇരിക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നിട്ട് പൊട്ടിയ താഴെ എത്തിയിട്ട് തിരിച്ച് കയറി വരൂലേ, തിരിച്ച് കയറി വന്ന് തുടങ്ങുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഈ 40%-ൻ്റെ ഒരു 10-15% ഫസ്റ്റ് ടൈമും വീണ്ടും മുകളിലോട്ട് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അടുത്ത 15% വീണ്ടും ബൗൺസ് ചെയ്യുകയാണെങ്കിൽ ആ ലാസ്റ്റ് 10% വീണ്ടും ഇടുകയാണെങ്കിൽ അതൊരു ഹെവി അസാധ്യ പോർട്ട്ഫോളിയോ ആയിട്ട് മാറുകയും ചെയ്യും. അടുത്ത റാലി ഫുള്ള് ബോട്ടം ടു ടോപ്പ് അവന് ക്യാച്ച് ചെയ്യാൻ. അതുപോലെ തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് പേടിക്കൊന്നും വേണ്ട, യു ക്യാൻ കീപ് ദ പൊസിഷൻ എന്നുള്ളത്. തീർച്ചയായിട്ടും നെക്സ്റ്റ് ഇയറിൽ February 1 നമ്മുടെ ബഡ്ജറ്റ് ഡേ ആണ്. അപ്പോൾ അതിൽ നമുക്ക് വല്ല ഹോപ്പും എക്സ്പെക്ട് ചെയ്യാമോ? അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണോ? അന്ന് വല്ലത് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മല സീതാരാമൻ ആക്ച്വലി ഈ തവണ ബഡ്ജറ്റ് February 1 സാറ്റർഡേ ആണ് വരുന്നത്. അന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് വെക്കാം എന്നാണ് NSEയും BSEയും തീരുമാനിച്ചത്. ഞാൻ പറയുന്നത് ഒരു പ്രതീക്ഷ ആർക്കും വേണ്ട. ഒരു നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുന്നത് ഇത് കാര്യമായിട്ടുള്ള കാര്യമാണ്. ബഡ്ജറ്റിൽ നിങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. എന്തിനാണ്? എന്ത് കാര്യമുണ്ട്? ഒരു ഇലക്ഷൻ പോലും വരുന്നില്ല. അപ്പോൾ ഈ ബഡ്ജറ്റ് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളത് അറിയില്ലാത്ത കാര്യമാണ്. പക്ഷെ ഞാൻ മാർക്കറ്റിന് അനുകൂലമായിട്ടുള്ള ഒന്നും തന്നെ ഈ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്നില്ല. ഇതെൻ്റെ പേഴ്സണൽ ചോയ്സാണ്. നിങ്ങൾ തിരിച്ചു ചിന്തിക്കുന്നവർക്ക് വേണ്ടി തിരിച്ചു ചിന്തിക്കാം. അപ്പോൾ ഈ ഒരു ബെയറിഷ്നെസ് എന്ന് വരെ സസ്റ്റെയിൻ ചെയ്യുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 2 പ്രധാനപ്പെട്ട റീസൺ വന്നിരിക്കുന്നത് US ട്രംപ് തിരിച്ചു കയറി US എക്കണോമി ശക്തി ആർജിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ ഹൈ വോളറ്റിലിറ്റി, ട്രംപ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും അറിയാൻ പാടില്ല. അപ്പോൾ ട്രംപിൻ്റെ ഏറ്റവും വലിയ ട്രേഡ് മാർക്ക് എന്താണ്?
ഈ വോളറ്റൈലിറ്റിയാണ്. അൺസർട്ടനിറ്റി താരാണ് ട്രംപ്. അപ്പോൾ അതായിരിക്കും ഇനി മാർക്കറ്റിൽ കാണാൻ പോകുന്നത്. അപ്പോൾ മാർക്കറ്റിൽ വലിയ മൂവ്മെൻറ്റ്സ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പ് സൈഡ് ഡൗൺ സൈഡ്. ഇത് ഇന്ത്യൻ മാർക്കറ്റിനെയും ഈ സാധനം ഇന്ത്യൻ മാർക്കറ്റിനെയും എഫക്റ്റ് ചെയ്യും. ഇതേ എഫക്റ്റാണ് നമ്മൾ എവിടെ കണ്ടത്? ബിറ്റ് കോയിനിൽ കണ്ടത്. ട്രംപ് കയറിയതോടുകൂടി എലോൺ മസ്കിന് ആ സപ്പോർട്ട് കിട്ടുകയും ബിറ്റ് കോയിനിൽ വലിയൊരു ബൂം നടക്കുകയും ചെയ്യുന്നത് ബിറ്റ് കോയിനെ ലീഗലൈസ് ചെയ്ത് US ലിസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ETF ലിസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ആക്ച്വലി ബിറ്റ് കോയിൻ്റെ ഈ ഒരു പോക്കിൻ്റെ പിന്നിൽ. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ബിറ്റ് കോയിനിൽ ഈ ഒരു ഓൾ ടൈം ഹൈ അടിച്ചപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനുള്ളതാണ്. ഇഷ്ടംമാതിരി ആളുകൾ, അതായത് ആ ഒരു ഫാളിലും ഹോൾഡ് ചെയ്ത് കീപ്പ് ഇപ്പോൾ വേറെ സമയമുണ്ട്. ഇപ്പോൾ വാൾട്ട് പൂട്ടിപ്പോയില്ലോ, വാൾട്ട് എന്ന് പറഞ്ഞ ആപ്പ്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിട്ട് ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്ന കുറേ ആളുകളുണ്ടാവും. അവർക്കൊന്നും ചെയ്യാനില്ല, അവർക്കതൊക്കെ തിരിച്ച് കിട്ടില്ല. അപ്പോൾ അവരിങ്ങനെ ആലോചിക്കുന്നുണ്ടോ, ഓ എൻ്റെ കയ്യിൽ 50,000 അന്ന് ഇപ്പം അതൊരു 5 ലക്ഷം രൂപയായിട്ടുണ്ട്. അപ്പോൾ ബിറ്റ് കോയിൻ ഓൾ ടൈം ഹൈ അടിച്ചിട്ട് പല ആളുകൾക്കും ഈ പ്ലാറ്റ്ഫോംസുകൾ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമുകൾ പൂട്ടിപ്പോയത് കൊണ്ട് ഈ ബെനിഫിറ്റ്സ് കിട്ടാതിരുന്ന ഒത്തിരി ആളുകളെ എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ കാണുമ്പോൾ ബിറ്റ് കോയിൻ്റെ ചാർട്ട് ഭയങ്കര അടിപൊളിയാണ്. 1 ലക്ഷം അത് ആർക്കും കൊടുക്കാത്ത രീതിയിൽ അവരെന്നെ ഫുൾ എടുത്തു എന്നുള്ളൊരു എന്താണ്. ഇപ്പോൾ എത്ര പ്ലാറ്റ്ഫോംസ് ബാക്കിയുണ്ട്? ബിനാൻസ് ഉണ്ട്, വളരെ. ബിനാൻസ് പോലും വസീറക്സ് ആയിരുന്നു ബിനാൻസിൻ്റെ ഒരു ഇന്ത്യയിലെ മേജർ ഓപ്പറേഷൻസ്. വസീറക്സിൻ്റെ അവസ്ഥ ഒരിടയ്ക്ക് ബിറ്റ് കോയിൻ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തപ്പെട്ടുകൊണ്ടിരുന്ന ഒന്നാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഭയങ്കര ചർച്ചയാണ് ഗ്ലോബലി. പിന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജിലൊന്നും അതിൻ്റെ ഒരു കാര്യങ്ങളൊന്നും കാണുന്നില്ല മലയാളത്തിൽ. അല്ലെങ്കിൽ ഒരിടയ്ക്ക് മലയാളത്തിൽ വൻ എന്താ പറയുക ബിറ്റ് കോയിൻ തന്നെയാണ് കണ്ടത്. മലയാളത്തിലൊക്കെ എനിക്ക് തോന്നുന്നു സിൽബി അങ്ങനത്തെ വീഡിയോസ് സെർച്ച് ചെയ്യാത്തതുകൊണ്ടാണ്. സിൽബിക്ക് ഇപ്പോൾ ചൈൽഡ് റിലേറ്റഡ് വീഡിയോസ് കൂടുതൽ വരുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ബിറ്റ് കോയിൻ റിലേറ്റഡ് വീഡിയോസ് വരാത്തത്. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. അപ്പോൾ എനിക്ക് ഇഷ്ടംമാതിരി ബിറ്റ് കോയിൻ. എനിക്കാണ് പണ്ടത്തെ ഒരു ഭൂമി ഇപ്പം ഈ ഒരു കേരളത്തിൽ ഇല്ല എന്ന് എനിക്ക്. എനിക്കാണ് +2 പഠിക്കുന്ന പിള്ളേർ വരെ ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്താണ് മിസ് ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ +2 പഠിക്കുന്ന ഒരു കുട്ടി. കാരണം 1 ലക്ഷത്തിലാണ്, $1 ലക്ഷം അത് എത്തിയിരിക്കുന്നത്. ഒരു ഹ്യൂജ് റാലി ആയിരുന്നു. അവിടെ നമ്മൾ കാണാതെ എല്ലാവരും കാണാം. ഇപ്പോൾ ബിറ്റ് കോയിൻ എന്ത് ബേസ് ഉണ്ട്? ഒരു ബേസും ഇല്ല. ശരിയല്ലേ? എന്തിനെ അടിസ്ഥാനമാക്കിയാണ് ബിറ്റ് കോയിൻ കൂടുന്നത്? എന്തെങ്കിലും ഒരു അണ്ടർലൈങ് അസറ്റ് ഉണ്ടോ? അണ്ടർലൈങ് ഇല്ല ബിറ്റ് കോയിന്. ഇതൊരു പ്രതീക്ഷയാണ്. ഇപ്പോൾ ഇന്ത്യൻ റുപ്പി അണ്ടർലൈങ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ഗവൺമെൻറ് കൊടുക്കുന്നതാണ് ആ അണ്ടർലൈങ്, അല്ലേ? ബിറ്റ് കോയിൻ ആരാണ് ഈ അണ്ടർലൈൻ കൊടുക്കുന്നത്? ഒരു ഇതുമില്ല. ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ആണ് ഇത് പ്രതീക്ഷ. ഇൻ്റർനെറ്റ് ഒരു ദിവസം ഒറ്റയടിക്ക് നിന്നുപോയി, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ വന്നു. US ഇപ്പോൾ റഷ്യനെ സ്വിഫ്റ്റിൽ നിന്ന് പുറത്താക്കിയ മാതിരി ബിറ്റ് കോയിനെ നിരോധിക്കുകയാണ്. ഒരു 5-6 മേജർ രാജ്യങ്ങൾ ബിറ്റ് കോയിൻ ഭയങ്കരമായിട്ടാണ് നിരോധിച്ചു കഴിഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ ഇതിൻ്റെ വാല്യൂഷൻ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോൻ്റെ ഒരു <5% മാത്രം കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പക്ഷെ ഇവിടെ നമ്മൾ കാണാതെ കിടക്കുന്ന കേസ് ഗോൾഡാണ്. ഗോൾഡ് ആൻഡ് സിൽവർ എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരൊറ്റ വർഷം കൊണ്ട് 20% വളർച്ചയാണ് ഗോൾഡിൽ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും എൻ്റെ കല്യാണത്തിന് ഗോൾഡ് എടുക്കുമ്പോൾ 35,000 രൂപയായിരുന്നു. ഇപ്പം എനിക്ക് 60,000 ശരി, ആ ഒരു 50% റീറ്റെയിലിൽ ഉണ്ടായി. എനിക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് വീട്ടിൽ നിന്ന് ഗോൾഡ് എടുക്കാൻ 18,000 രൂപ എന്തോ ആയിരുന്നു ഗോൾഡിൻ്റെ വില ഭയങ്കരമായിട്ട്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ടാക്സ് കുറച്ചു. ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇല്ലീഗലായിട്ടാണ്, കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇല്ലീഗലായിട്ടാണ് ഗോൾഡ് വരുന്നത്. അപ്പോൾ ഇത് വീണ്ടും കൂടും. മാത്രമല്ല ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്കതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് റിലേറ്റഡ് കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കല്യാണം ഉൾപ്പെടെയുള്ള കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സ് നമ്മുടെ കല്യാണം ഉൾപ്പെടെ റൈറ്റ്. അപ്പോൾ ഗോൾഡ് വില കൂടുമ്പോൾ ഇവരുടെ മാർജിൻ കൂടുകയും ഈ കമ്പനികൾക്ക് ലാഭം കൂടുകയും ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറയുന്നത് നമ്മുടെ ഗോൾഡ് ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. 52 ആയിരുന്നു. ഇപ്പോൾ ഇനിയും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 ഗോൾഡിന് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും എന്നാണ്. പക്ഷേ 2024 അത്രയും വലിയൊരു ജമ്പ് ചിലപ്പോൾ ഗോൾഡിൽ കിട്ടില്ല. പക്ഷേ 2025 ഗോൾഡിന് നല്ലൊരു വർഷമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ട്രംപ് വന്നതോടുകൂടി
ആളുകൾ ഹോപ്പ് കൂടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഈ ഗോൾഡ് പോലെ വളരെ സേഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോയിലോട്ടാണ് ആളുകൾ ചാടുന്നത്. അപ്പോൾ ക്രിപ്റ്റോ സ്റ്റോക്കുകളിലോട്ട് കൂടുതൽ കോൺസെൻട്രേഷൻ വരികയും 2025 കാരണം ട്രംപിൻ്റെ അനുകൂലമായിട്ടുള്ള ട്രെൻഡ് വരികയും ചെയ്യും. ഇപ്പോൾ 2024 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വില കൂടാനുള്ള പല റീസൺസ് ഉണ്ട്. എല്ലാ റിസർവ് ബാങ്കുകളും എന്ത് ചെയ്തു? ഗോൾഡ് വാങ്ങി കൂട്ടാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ചൈന ഉൾപ്പെടെയുള്ള ബാങ്കുകൾ ഗോൾഡ് വാങ്ങി കൂട്ടാണ്. കേരളത്തിലെ വീട്ടുകാർ ആളുകൾ എന്താ ചെയ്യുന്നത്? ഗോൾഡ് വാങ്ങി കൂട്ടാണ്. ഏറ്റവും കൂടുതൽ സ്മഗ്ലിംഗ് നടന്ന ഒരു വർഷം ചിലപ്പോൾ 2024 എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫാൾ ഓൾറെഡി ഇത്ര ഇഷ്യൂസ് കാരണം ഈ ഒരു നെഗറ്റിവിറ്റി മാർക്കറ്റിൽ വരുന്നു. അതുപോലെ തന്നെ ഈ നവംബർ ഡിസംബർ മാസം എന്ന് പറയുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. സോ ജനുവരിയിൽ അവർ തിരിച്ചു വരുമ്പോൾ ആ ഒരു വലിയ അവർ തിരിച്ചു വരും, ഇന്ത്യയിലോട്ട് തിരിച്ചു വരുമോ എന്നുള്ളതാണ് എനിക്ക് ഡൗട്ട് ഉള്ളത്. എന്തായാലും അവർ വരണം, അങ്ങനെ ഒരു അപേക്ഷയാണ്. ഈ 50% റീട്രേസ്മെൻറ്റ് ആർക്കൊക്കെയോ എക്സിറ്റ് അടിക്കാൻ അനുകൂലമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സിറ്റ് അടിക്കാൻ വേണ്ടിയാണോ 50% റീട്രേസ്മെൻറ്റ്? ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം, പിന്നെ എവിടെ പോകാനുള്ള ചാൻസ്? US അടുത്ത 2 കൊല്ലം US-ലോട്ട് ചിലപ്പോൾ അവർക്ക് ഇതിനേക്കാൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന് ഇന്ത്യൻ റുപ്പി എത്ര 85.3 സംതിങ് എന്തോ. നമ്മൾ അന്ന് വീഡിയോ ചെയ്യുമ്പോൾ 83 ബ്രേക്ക് ചെയ്ത കേസാണ് ഞാൻ പറഞ്ഞത്. ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു. ഞാൻ 90 എത്തുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 85.3 സംതിങ് ആയിട്ടുണ്ട്. 90 എത്താൻ ഇനിയുണ്ട്, വളരെ പെട്ടെന്ന് എത്തും, വലിയ ഡൗട്ടൊന്നും വേണ്ട. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകേണ്ടി വരുമോ? പക്ഷെ അതിന് നമുക്ക് വളരെ കുറച്ച് ഓപ്ഷൻസ് ഇന്ത്യയിലുള്ളൂ. പക്ഷെ അവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആണെന്ന് തോന്നുന്നു. അല്ല ഈ ഒരു രൂപ താഴെ പോയത് ഞാൻ പറയുന്നത് വെറുതെ ടെസ്ലയുടെ ഒക്കെ സ്റ്റോക്ക് മേടിച്ചിട്ട് ആൾക്കാർ US ഇലക്ഷനിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി. ഏതൊരു ഫ്രണ്ട് അങ്ങനെ ചെയ്ത് ലാഭം കിട്ടിയ ഒരു കഥ, ഫ്രണ്ടിന് എന്നിട്ട് ഐഫോൺ മേടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. സിജു ആണ് സിജുവിന്റെ ഫ്രണ്ടിന്റെ കസിൻ US-ലുണ്ടായിട്ട് അവരെ കൊണ്ട് ടെസ്ല മേടിപ്പിച്ച് അവർക്ക് ലാഭം കിട്ടിയപ്പോൾ ഈ ആൾക്ക് ഗിഫ്റ്റ് ആയിട്ടൊരു ഫോൺ മേടിച്ചു ഞാൻ കേട്ടിരുന്നു. ഓക്കെ, സോ എന്നാലും ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയ സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ഒരു നെഗറ്റിവിറ്റി നമുക്ക് തീർച്ചയായിട്ടും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ? പക്ഷേ വേണമെങ്കിൽ അങ്ങനെ പറയാം. അല്ല, നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും മുകളിലോട്ട് പോകാനുള്ള ആഗ്രഹം അല്ലേ? നമ്മുടെ ഇമോഷൻസ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ട്രെൻഡിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആവുകയാണെങ്കിൽ നമ്മൾ ഇമോഷണലിയും നമ്മളും ഒരു നെഗറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈ ഒക്കെ അടിച്ച് നമ്മുടെ പോർട്ട്ഫോളിയോ ഇങ്ങനെ നന്നായിട്ട് മനുഷ്യരല്ലേ, അതെ, നമുക്ക് ആ ഒരു ഇത് ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുക. ഇപ്പോൾ നമ്മൾ പോർട്ട്ഫോളിയോ ഒന്നും ഹോൾഡ് ചെയ്യുന്നില്ല എങ്കിൽ വലിയ ഫാള് വരാൻ പോവുകയാണെങ്കിൽ ദൈവമേ ഫുഡ് വാങ്ങാലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവില്ലേ? ഇപ്പം നമുക്കത് ഇല്ലാത്തത് നമ്മുടെ പോർട്ട്ഫോളിയോ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിനോട് എല്ലാവരും രാവിലെ എനിക്ക് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും നോക്കി കഴിഞ്ഞ് ഞാൻ നോക്കുന്നത് നമ്മുടെ പോർട്ട്ഫോളിയോ എന്തായി പച്ചയാണ് എന്നും നോക്കുന്ന അത്ര നല്ല ശീലമല്ല. എന്തോ അതൊരു ഇതായി പോയി. റൈറ്റ്. അപ്പോൾ മാർക്കറ്റിനെ ഞാൻ ഈ മെസ്സേജ് കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തോ സംതിങ് ഈസ് ബിഗ്, എന്തോ വലുത് വരാൻ പോകുന്നുണ്ട് മക്കളെ എന്നുള്ളൊരു മെസ്സേജ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പേടിപ്പിക്കാൻ വേണ്ടി ഇട്ടതല്ല, എന്തോ വരാനുണ്ട്, എന്തോ ഒരു ട്രിഗർ പെൻഡിങ് ആണ്. ഒരു ന്യൂസ് അവർക്ക് മറച്ചു വയ്ക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ടെക്നിക്കലി നോക്കുമ്പോൾ ഒരു ട്രിഗർ വരേണ്ട സമയമായി, ഒരു നെഗറ്റീവ് ട്രിഗർ ഓൺ ആക്കേണ്ട ഒരു സമയമായി. വലിയ ഫാളുകൾ വന്നാലും പേടിക്കേണ്ടതില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ എന്തായാലും എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഹെഡ്ജ് ചെയ്തിട്ടുണ്ട്. ഞാനത് കഴിഞ്ഞ ദിവസം ഈ ഒരു ഹെഡ്ജ് എൻ്റെ പോർട്ട്ഫോളിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പക്ക 1:1 അല്ല, ഇവിടെ ഇത്ര ഇടിക്കുമ്പോൾ നമ്മുടെ ഡെയിലിയിലെങ്കിലും നമുക്ക് ആ ഒരു കുറച്ചെങ്കിലും കാണുമ്പോൾ ഒരു സന്തോഷം. അല്ലാതെ ഒരു 10 ലക്ഷത്തിന് പോർട്ട്ഫോളിയോ 10 ലക്ഷം കുറയുമ്പോൾ ഇപ്പുറത്ത് ഒരു 3 ലക്ഷം 4 ലക്ഷം രൂപയെങ്കിലും പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഹെഡ്ജ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു പുതിയ വർഷം 2025 തുടക്കം കുറച്ച് റെഡി പോയാലും തീരുമ്പോ പോസിറ്റീവ് വിചാരിക്കണം. നല്ലൊരു 24 ഓവറോൾ ശരിക്കും പച്ച തന്നെയാണ്. അവസാനം കുറച്ച് മോശമാക്കി എന്നുള്ളതാണ്. 24 അവസാനം മോശമാക്കിയില്ലേ? എനിക്ക് തോന്നുന്നു 25 അവസാനം അടിപൊളിയാക്കാനാണ് സാധ്യത. ഓക്കെ, അപ്പൊ നമുക്ക് 25 വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു ഇത് നമുക്ക് പറയാൻ ഞങ്ങൾ അന്ന് പറഞ്ഞില്ലേ എന്നുള്ള സാധനം നമുക്ക് ഇടാം. എന്തായാലും 24 ഓൾറെഡി എല്ലാവർക്കും നല്ലൊരു വർഷം തന്നെയാണ്. IPOs ആയാലും ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ്സ് ആയാലും 25 മിക്കവാറും ട്രംപിന്റെ വർഷമാകാനുള്ള സാധ്യതയുണ്ട്. ക്രൂഡിന്റെ വില കുറയും, ഗോൾഡിന്റെ വില കൺട്രോൾ ചെയ്യും,
ബിറ്റ്കോയിൻ്റെ വില ചിലപ്പോൾ റോക്കറ്റ് വിട്ട് അതിന് മുകളിലോട്ട് പോകും. എന്നിട്ട് ആ ഒരു ഹോപ്പ് കൊടുക്കില്ല എല്ലാവരും ബിറ്റ്കോയിൻ്റെ ഞാൻ മേടിക്കുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ഒരു ബിറ്റ്കോയിൻ പോലെ എൻ്റെ കയ്യിലില്ല. പണ്ട് ആദ്യം ഞാൻ വാൾട്ടിൻ്റെ അകത്ത് എനിക്ക് ഒരു ചെറിയൊരു ലോസ് വന്നിട്ടുണ്ടായിരുന്നു. വാൾട്ട് പോയി അതോടുകൂടി ഷിപ്പ് ചെയ്ത് വാൾട്ടിലാണ്. പിന്നെ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ഞാൻ കുറച്ചുകൂടെ ഓപ്ഷൻ ചെയ്യായിരുന്നു. പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചത് നമ്മുടെ ടൈം ഭയങ്കരമായിട്ട് അതിൻ്റെ സ്പെൻഡ് ആവുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ബെനിഫിറ്റ് കിട്ടാനില്ല എന്നുള്ളതുകൊണ്ടാണ് ബിറ്റ്കോയിൻ ചെയ്യുന്നതിനകത്ത്. ബിറ്റ്കോയിനിൽ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി ഞാനൊരു ടെക്നോളജി പേഴ്സണാണ്, ഞാൻ IT ബാക്ക്ഗ്രൗണ്ടാണ്, ഞാനൊരു ടെക്കിയാണ്. എന്നിട്ട് ഇപ്പോഴും ഫിനാൻസ് വിത്ത് ഈ ഡീസെൻട്രലൈസ്ഡ് സെറ്റപ്പ് എനിക്കിപ്പോഴും ദഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. കിട്ടുമായിരിക്കും, അങ്ങനെയാണെങ്കിൽ അത്രയും അതിനേക്കാൾ കൂടുതൽ ഗ്രോ ചെയ്ത എത്ര സ്റ്റോക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്, അതാണല്ലോ ബെറ്റർ എന്നുള്ളൊരു ചിന്താഗതി ആയിരിക്കാം ഞാൻ പിൻവലിക്കാൻ. സോ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി. മാത്രമല്ല എനിക്ക് തോന്നുന്നു നമ്മൾ ന്യൂ ഇയർ ആയിട്ടൊരു നല്ലൊരു വീഡിയോ, ന്യൂ ഇയറിന് മുമ്പ് നമുക്ക് ഒരു ഡീറ്റെയിൽഡ് 2025 പോർട്ട്ഫോളിയോ എങ്ങനെ ഇരിക്കണം എന്നുള്ളൊരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ കൂടി നമുക്ക് ചെയ്യാം. അതിനകത്ത് നമുക്ക് സെക്ടേഴ്സിനെ കുറിച്ചിട്ടും സ്റ്റോക്കുകളെ കുറിച്ചിട്ടും ഒക്കെ നമുക്ക് സംസാരിക്കണം. അപ്പോൾ അതിൻ്റെ അകത്തേക്കുള്ളൊരു സ്റ്റാർട്ടിങ് വീഡിയോ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് ഈ പോഡ്കാസ്റ്റ് വൈൻഡപ്പ് ചെയ്യട്ടെ. ബൈ. ഗുഡ് ബൈ.